കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് തുടങ്ങി. യുവാവിനെ കുഴിച്ചുമൂടിയ സരോവരം പാർക്കിന് സമീപമാണ് പരിശോധന നടത്തുന്നത്. AK ലതീഷ് വിവരങ്ങളുമായി ചേരുന്നത്. ലതീഷ്, വലിയ ദുരൂഹതയുള്ള കേസായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്കെത്തിയ ഈ വിജിൽ നരഹത്യാ കേസ്. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പ്രതി നിഖിലിനെ ഒന്നാം പ്രതി നിഖിലിനെ എത്തിച്ചാണ് കോഴിക്കോട് സരോവരം പാർക്കിന് സമീപം ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എവിടെയാണ് കുഴിച്ചു മൂടിയത് എന്ന് പ്രതി പോലീസ് സംഘത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, ഫോറൻസിക് വിഭാഗമുണ്ട്, ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ എലത്തൂർ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 6.5 വർഷം മുമ്പാണ് ഈ പ്രദേശത്ത് എത്തിയ 4 പേർ ലഹരി ഉപയോഗിക്കുകയും അമിതമായി ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് വിജിൽ ബോധരഹിതനായി കിടന്ന വിജിലിനെ പിന്നീട് കുറേ സമയത്തിന് ശേഷം വന്നു നോക്കിയപ്പോൾ അദ്ദേഹം മരിച്ചതായി ഇവർക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സുഹൃത്തുക്കൾ ചേർന്ന് ചതുപ്പിൽ കല്ല് കെട്ടി കുഴിച്ചു മൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ തന്നെ വിജിലിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ മാൻ മിസ്സിംഗ് എന്നുള്ള നിലയിൽ ഒരു കേസ് പോലീസ് എടുത്തിരുന്നു. ഈ സുഹൃത്തുക്കളെ ഉൾപ്പെടെ അന്ന് വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും വിജിൽ നാട് വിട്ടുപോയി എന്ന തരത്തിലുള്ള മൊഴിയാണ് ഇവർ നൽകിയത്. വിജിലിൻ്റെ ബൈക്കും അതേപോലെ തന്നെ മൊബൈൽ ഫോണുമെല്ലാം ഇവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും തഹസിൽദാരുടെ കടന്നു പോകുന്നത്. തഹസിൽദാരുടെ നേതൃത്വത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടക്കുക. മൃതദേഹം ഭാഗങ്ങൾ കണ്ടെത്തിയാൽ അത് വിശദമായ പരിശോധനയ്ക്കായി അയക്കും. ആ നടപടികളിലേക്ക് പോകും. നിലവിൽ 2 പേരാണ് പ്രതികളായി ഉള്ളത്, നിഖിലും അതേപോലെ തന്നെ ദിലീപും. മൂന്നാമതൊരു പ്രതി രഞ്ജിത്തിനെ കൂടി പിടികൂടാനുണ്ട്. രഞ്ജിത്തിനായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ആര്യ. ശരി, AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.